എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ഈ മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതലും വിതരണം ചെയ്യുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ പല ആളുകൾക്കും ലഭിക്കാത്ത ആശങ്ക നിലനിൽക്കുന്നു. ഇനി എന്നാണ് അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുക? ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 25-ാം തീയതി വിതരണം ചെയ്യുമെന്ന് 3 ദിവസം മുമ്പ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ ഇതിനു വേണ്ടി 1050 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 2026 ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്കെല്ലാം ലഭിക്കും. വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തതുകൊണ്ട് ഈ മാസത്തെ പെൻഷൻ മുടങ്ങുന്നതല്ല. 2026 മാർച്ച് 31 വരെ വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള സമയമുണ്ട്. അതിനുള്ളിൽ നൽകിയാൽ മതി. ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഒരു മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 11-ാം തീയതി വിതരണം ചെയ്തിരുന്നു. 15 ലക്ഷത്തോളം അപേക്ഷ നൽകിയവരിൽ 10 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് 1000 രൂപ വീതം ക്രെഡിറ്റ് ആയത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അപേക്ഷ നൽകിയിട്ടും കിട്ടാത്തത് കൊണ്ട് ആശങ്കയിലാണ്. അപേക്ഷാ സമയത്ത് ചില തെറ്റുകൾ വരുത്തിയിട്ടുള്ള ആളുകൾ അപേക്ഷ നൽകിയപ്പോൾ നൽകിയിട്ടുള്ള വ്യത്യസ്ത രേഖകളിൽ മിസ്മാച്ചിങ് ഉള്ള ആളുകൾക്കൊക്കെയാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ളത്. മറ്റൊന്ന്, അവസാന ഘട്ടങ്ങളിൽ അപേക്ഷ നൽകിയവരെയും ഫെബ്രുവരി മാസത്തെ വിതരണത്തിന് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ 32 ലക്ഷത്തോളം 31 ലക്ഷത്തിലധികം ആളുകൾക്ക് സംസ്ഥാനത്ത് ഇതിന് അർഹതയുണ്ട്. സംസ്ഥാനത്തെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന 35 മുതൽ 60 വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾ 31 ലക്ഷത്തിലധികം ഉണ്ട് എന്നുള്ളതാണ്. അത്രയും അപേക്ഷകർ ഉള്ളപ്പോൾ വെറും 16 ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 10 ലക്ഷത്തോളം ആളുകൾക്ക് മാത്രമാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനിയും അപേക്ഷ നൽകാത്തവർ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ അപേക്ഷ നൽകുന്ന ആളുകൾക്ക് മാർച്ച് മാസം വിതരണം ചെയ്യുന്ന തുക ലഭിക്കില്ല. എന്നാൽ മാർച്ച് മാസത്തിൽ 10 ലക്ഷം ഇതുവരെ കിട്ടിയിട്ടുള്ള ആളുകൾക്കല്ല, കൂടുതൽ ആളുകൾക്ക് ഇത് കിട്ടും എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകളും തെറ്റുകൾ കാരണം റിജക്റ്റ് ആയിട്ടുള്ള ആളുകളും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഇതിന് അപേക്ഷിച്ചിട്ടില്ല എങ്കിൽ, മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്തവരാണ് എങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരും ഈ കാര്യം, വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളും ഈ കാര്യം അവർ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അപേക്ഷ നൽകി ഇത് കിട്ടാത്ത ആളുകൾ സ്റ്റാറ്റസ് പരിശോധിക്കുക. എന്തെങ്കിലും അപേക്ഷകളിൽ അപാകതകൾ ഉണ്ടോ, മിസ്മാച്ചിങ്ങോ മറ്റോ കാരണം റിജക്റ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ട് എങ്കിൽ റീസബ്മിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 1 and same സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ അതുകൂടി നൽകിയതിന് ശേഷം വീണ്ടും സബ്മിറ്റ് ചെയ്യുക. അപേക്ഷ വിളിച്ചപ്പോൾ തന്നെ അപേക്ഷ നൽകിയിട്ടും കിട്ടാത്ത ആളുകൾ നിങ്ങൾ എവിടെ നിന്നാണോ അപേക്ഷ നൽകിയിട്ടുള്ളത് അതേ സെന്ററിൽ തന്നെ പോയിട്ട്, അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോയിട്ട് അപേക്ഷ സ്റ്റാറ്റസ്, അപേക്ഷാ നില പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വിതരണം മാർച്ച് 15-ന് മുമ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ക്ഷേമ പെൻഷൻ 20-നും 30-നും ഇടയിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ 10-നും 20-നും ഇടയിൽ വിതരണം ചെയ്യാനാണ് ആലോചന എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ മാർച്ച് 10 കഴിഞ്ഞാൽ അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. മറ്റ് വിവരങ്ങൾ അറിഞ്ഞാൽ കൃത്യമായി ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.